നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ഓഗസ്റ്റ് 8 നടക്കുന്ന പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതൊക്കെ. അപ്പോൾ നാളെയാണ് പരീക്ഷ വരുന്നത്. 2023 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു മോഡലൂടെ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതുവരെ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഇതൊരു ബുക്കിലോട്ട് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് മാത്രമേ സമയമുള്ളൂ. നാളെയാണ് എക്സാം വരുന്നത്. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, ഇതേ രീതിയിൽ പഠിച്ചാൽ മതി. ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കോളം തരും. ആ കോളത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് 5 ഇപ്പോൾ ഇതിൽ 5 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 5 വാക്കുകൾ കണ്ടെത്തുക. അപ്പോൾ അതിൽ തന്നെ ഒരു 2 അക്ഷരം വരുന്ന, 3 അക്ഷരം വരുന്ന, 4 അക്ഷരം വരുന്ന വാക്കുകളൊക്കെ കണ്ടെത്താൻ പറ്റും. പിന്നെ വരുന്നത് ശുദ്ധി കീജിയാണ്. ഇതിൽ അധ്യാപകർ രണ്ടാമത്തതാണ്. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസറൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു പിക്ചർ തരും. ആ പിക്ചറുമായി ബന്ധപ്പെട്ട് ഒരു 5 സെൻറ്റൻസ് എഴുതുക. പിന്നെ ക്രമബദ്ധം എഴുതാനുള്ളത്, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ, പിന്നെ ഗ്രാമർ, മാച്ച് ദ ഫോളോയിങ്, കവിത എഴുതാൻ ചോദിക്കും, ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാനുള്ളത്. നമൂനയ്ക്ക് ആൻസറിലേക്ക് മാതൃക നോക്കി എഴുതാനുള്ളത്, പിന്നെ മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളതും, പിന്നെ ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് 2023 ക്വസ്റ്റ്യൻ. അടുത്ത 24 അതേ രീതി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 24 ഫെബ്രുവരിയുടെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇവിടെയും ഈ കോളത്തിലുള്ള വാക്കുകൾ കണ്ടെത്തുക, അതുപോലെ തന്നെ ഫില്ലപ്പ് ചെയ്യാനും, പിന്നെ ചിഹ്നങ്ങൾ എഴുതാനുള്ളത്, बिलोंग शब्द, वजन, लिंग, जोड़कर लिखी, प्रश्न बनाए. ലാസ്റ്റത്തെ ആണെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കാനുള്ളത്, പിന്നെ നമൂനയ്ക്ക് ആൻസറിലേക്ക് മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളത്, പിന്നെ ഹാൻഡ് റൈറ്റിംഗ്. വീണ്ടും ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതുക. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ, പിന്നെ ഗിനത്തി ഉണ്ട്, അക്ഷരോം മേ ലിഖിയേ, മഹീനോം കാ നാം. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ 3 കൊടുത്തിട്ടുണ്ട്. അതിലെ അതിന് 2. അപ്പോൾ മിക്കവാറും ഇതിലുള്ളതൊക്കെ തന്നെ കിട്ടും. കേരള ഹിന്ദി പ്രചാര സഭ സംസ്ഥാപകരാണ് സ്വർഗീയ ശ്രീ കെ വാസുദേവൻ പിള്ളை. സഭാക്കാ നാം കബ് രക്ക. സഭയുടെ പേര് വന്നത് 1961. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ ചുവാ ചൂത്തുക ഭാവം ഇട്ടാക്കർ, ഐത്തം എന്ന ഭാവത്തെ മാറ്റി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും, വലിയവൻ ചെറിയൻ എന്ന ചിന്ത മറന്ന് സമത്വം ഞാൻ സ്വന്തമാക്കും. അപ്പോൾ അതാണ് അവിടെ മലയാളത്തിൽ എഴുതേണ്ടത്. മാച്ച് ദ ഫോളോയിങ് നല്ല എളുപ്പമാണ്. അവിടെ ധനികനാണെങ്കിൽ ഇപ്പുറത്തെ റൊട്ടി കാണും, ലക്കഡ്ഹാരാണെങ്കിൽ കുൽഹാടി കാണും, അന്തയാണെങ്കിൽ ഏകത കാണും, അഭിമന്യു ആണെങ്കിൽ യുദ്ധ, ഷെയർ ആണെങ്കിൽ ചിടിയ. അപ്പോൾ അതാണ് നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ, പിന്നെ ക്രമബദ്ധം എഴുതാനുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അധ്യാപക് സുൻ രഹേ ഹേ, ഹം ഹിന്ദി ലിഖ് സക്തേ ഹേ, ലഡ്കി ഗേന്ദ് ഖേൽത്തി ഹേ, मैं मामी के घर जाऊंगी, मेरे घर के पास एक बगीचा है. ഇനി നരേന്ദ്ര ബാബുവിൻ്റെ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ മിക്കവാറും ആദ്യത്തെ വരിയിൽ ഉള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതും ചെയ്യാൻ പറ്റും. ഓക്കെ, 24 ഓഗസ്റ്റിലുള്ള ക്വസ്റ്റ്യനും അതേ രീതി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ മോഡലിലും വരുന്നത് ഇതേ രീതി തന്നെയാണ്. ആദ്യം വാക്കുകൾ കണ്ടെത്താനും ക്വസ്റ്റ്യൻ ആൻസർ, മാത്ര, പിന്നെ നിർദ്ദേശാനുസാർ ലിഖിയ, വിലോമ, വചൻ, ലിംഗ്, ജോഡ്കർ ലിഖിയ, പ്രശ്ന ബനായ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മോഡൽ. അപ്പോൾ എല്ലാ മക്കളും ഇന്നത്തെ രാത്രി നന്നായിട്ട് പഠിച്ചെഴുതുക. ഒരു തവണയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയിട്ട് വേണം എക്സാമിന് പോവേണ്ടത് കേട്ടോ. അടുത്ത് വീണ്ടും അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 23, 24, 25, 26 എല്ലാ വർഷത്തിൻ്റെയും ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോഡലായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് ഇട്ടിട്ട് മാർക്കൊക്കെ കിട്ടുമ്പോൾ ടീച്ചറിനെ ഒന്ന് അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.